നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ അട്ടിമറി വിജയം. അക്ഷരാർത്ഥത്തിൽ LDF കേന്ദ്രങ്ങൾ തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു. 30 വർഷം നീണ്ട കേരളത്തിലെ പഞ്ചായത്തി രാജ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ UDF ഉണ്ടാക്കിയ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്ന്. 10 വർഷം നീണ്ട LDF ഭരണം ഉയർത്തിയ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ഘടകം. എന്നാൽ അതിലപ്പുറം സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. VD സതീശനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഈ പോരാട്ടത്തിൽ വിജയിച്ചു കയറി എന്ന് മാത്രമല്ല, ഉജ്ജ്വല നേട്ടമാണ് VD സതീശൻ കൈവരിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള പണക്കിറ്റുകൾ എറിഞ്ഞ് ജനങ്ങളുടെ വോട്ട് തട്ടാം എന്ന ഇടതുപക്ഷ കണക്കുകൂട്ടലുകളാണ് ഇവിടെ തകർത്തെറിയപ്പെട്ടത്. മറുവശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നതിൽ VD സതീശനും കൂട്ടരും വിജയിച്ചു എന്ന് വേണം അനുമാനിക്കാൻ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ VD സതീശൻ പറഞ്ഞിരുന്നു, ഇക്കുറി 4 കോർപ്പറേഷനുകളെങ്കിലും നമ്മൾ പിടിച്ചെടുക്കുമെന്ന്. 4 കോർപ്പറേഷനുകൾ തൂക്കി കോഴിക്കോടിനെ തൃശങ്കുവിലാക്കി ഇടതുപക്ഷത്തെ കശക്കി എറിഞ്ഞിരിക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ 504ഓളം ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുത്ത UDF ജൈത്രയാത്ര. മുനിസിപ്പാലിറ്റികളിൽ ബഹുഭൂരിപക്ഷവും തൂക്കി. കോർപ്പറേഷനുകൾ പിടിക്കാൻ UDF ഒരുക്കിയ രാഷ്ട്രീയ സംഘടനാ തന്ത്രങ്ങളുടെ വിജയം കൂടിയാണ് ഇപ്പോൾ കാണുന്നത് എന്ന് നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ വർഷം വയനാട്ടിൽ ചേർന്ന KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവതരിപ്പിച്ച മിഷൻ 2025 എന്ന നയരേഖ. മിഷൻ 2025 നയരേഖ ആധാരമാക്കിയാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നത്. മിഷൻ 2025 പ്രകാരം കോർപ്പറേഷനുകളുടെ ചുമതല മുതിർന്ന നേതാക്കൾക്ക് നേരിട്ട് നൽകി. മുൻ KPCC പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ മേൽനോട്ടത്തിന് നേരിട്ടിറങ്ങി. കണ്ണൂരിൽ അന്നത്തെ KPCC അധ്യക്ഷൻ K സുധാകരനും കോഴിക്കോട് രമേശ് ചെന്നിത്തലയും തിരുവനന്തപുരത്ത് K മുരളീധരനും എറണാകുളത്ത് VD സതീശനും തൃശൂരിൽ റോജി M ജോണും കൊല്ലത്ത് PC വിഷ്ണുനാഥും സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ കോൺഗ്രസ് നേതൃത്വം കളത്തിലിറങ്ങി. മുൻ MLA ആയിരുന്ന ശബരിനാഥനെ പോലെയുള്ള പ്രമുഖ നേതാക്കളെ തെരഞ്ഞെടുപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ പതിവ് തർക്കങ്ങൾ ഒഴിവാക്കി. ഹൈക്കമാൻഡിൽ നിന്ന് ഒരു പ്രത്യേക അനുമതി VD സതീശൻ വാങ്ങിയെടുത്തു. സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് താഴെ തട്ടിൽ നിന്ന് തുടങ്ങുന്ന ചർച്ചകളിൽ നിന്നാവണം. ഒടുവിൽ കോൺഗ്രസ് ചരിത്രപരമായ വിജയം കൈപ്പിടിയിലൊതുക്കുമ്പോൾ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കൂടുതൽ കരുത്തനായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. വിഷയങ്ങളിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് ഇപ്പോൾ VD സതീശൻ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ കേരളത്തോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന ലക്ഷ്യം മാത്രമേ എനിക്ക് മുന്നിലുള്ളൂ. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന നിലയ്ക്ക് സതീശൻ തെരഞ്ഞെടുപ്പിനെ കണ്ടു. VD സതീശൻ തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFന്റെ നായകൻ. തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ കണക്കുകൂട്ടലുകളോടെ അദ്ദേഹം പൊരുതി നിന്നു. സതീശൻ ശൈലി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറും എന്ന് വിശ്വസിച്ചവർ സതീശന് പൂർണ്ണ പിന്തുണ നൽകി. എന്നാൽ സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ VD സതീശൻ ആക്രമിക്കപ്പെടുന്ന ഒരു കാലഘട്ടവുമായിരുന്നു കഴിഞ്ഞുപോയത്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അദ്ദേഹമെടുത്ത നിലപാടിനെ പലരും ചോദ്യം ചെയ്തു. VD സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസ് മിന്നുന്ന വിജയം കരസ്ഥമാക്കി. ഉപതെരഞ്ഞെടുപ്പുകളിൽ ചേലക്കരയിൽ മാത്രമാണ് തോൽവി രുചിച്ചത്. വയനാട് ലോക്സഭയടക്കം ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ സ്വന്തമാക്കുന്ന പ്രതിപക്ഷ നേതാവിന് കൂടുതൽ കരുത്താണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൂടെ ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടന്നപ്പോൾ കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. ഒരു വശത്ത് ശബരിമലക്കൊള്ള, മറുവശത്ത് CPMനെതിരായ അഴിമതി ആരോപണങ്ങൾ. എന്നാൽ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഏതൊക്കെയോ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. ശബരിമല വിഷയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാവുക എന്ന് സതീശൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഫോറങ്ങളിലൊക്കെ ഉച്ചത്തിൽ പറഞ്ഞു. തദ്ദേശത്തിൽ UDF വൻ വിജയം നേടുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പ്രവചനം ശരിവെക്കുന്ന തലത്തിലാണ് ഒടുവിൽ തെരഞ്ഞെടുപ്പ് വിജയം. മുനിസിപ്പാലിറ്റികളിൽ 2020 നഷ്ടപ്പെട്ടവയിൽ ഭൂരിപക്ഷവും ഇപ്പോൾ UDF തിരിച്ചുപിടിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം. 504 ഗ്രാമപഞ്ചായത്തുകൾ തൂക്കിയെടുത്ത് കോൺഗ്രസ് LDFനെ തറപറ്റിക്കുന്ന കാഴ്ച. പാലക്കാട് നഗരസഭയടക്കം പല മേഖലകളിലും BJPക്ക് പോലും കനത്ത ഭീഷണി ഉയർത്തുന്നതിൽ ഇക്കുറി UDF വിജയിച്ചു.
രാഹുൽ മങ്കൂട്ട വിഷയത്തിൽ സ്വന്തം അണികളിൽ നിന്നും സൈബർ ഇടങ്ങളിൽ നിന്നുമൊക്കെ രൂക്ഷമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും അദ്ദേഹം തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞു. എന്റെ ബോധ്യങ്ങൾ അണുവിട മാറില്ല എന്നായിരുന്നു സതീശൻ ആവർത്തിച്ചത്. ഈ നിലപാടുകൾ തന്നെയാണ് സതീശനിലെ ഒരു ലീഡറുടെ സവിശേഷതയായി പിന്നീട് കോൺഗ്രസ് അണികളും കേരളവുമൊക്കെ കണ്ടത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും സതീശന്റെ ഈ നിലപാട് നമ്മൾ അടുത്തുനിന്ന് കണ്ടു. വളരെക്കാലം കോൺഗ്രസിനെ ഏറ്റവും മ്ലേച്ഛമായി ആക്രമിച്ച സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ വ്യാജ അഴിമതി ആരോപണം ഉയർത്തിയ PV അൻവറിനെ UDFിൽ ഉൾപ്പെടുത്തില്ല എന്ന ഉറച്ച നിലപാടെടുത്തത് പ്രതിപക്ഷ നേതാവ് തന്നെ. ഇതിന്റെ പേരിൽ വ്യാപകമായി അദ്ദേഹം വിമർശിക്കപ്പെട്ടു. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ പരസ്യമായി VD സതീശനെതിരെ തിരിഞ്ഞു. എന്നിട്ടും ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നതിൽ യാതൊരുവിധ സംശയവും സതീശൻ പ്രകടിപ്പിച്ചില്ല. ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കയറിയപ്പോൾ അത് പ്രതിപക്ഷ നേതാവിന്റെ പൊൻതൂവലായി. വെൽഫെയർ പാർട്ടിയുമായുള്ള UDFിന്റെ ബാന്ധവം, അതിനെ കൃത്യമായി ന്യായീകരിക്കുന്നതിലും സതീശൻ വിജയിച്ചു. വർഗീയ പാർട്ടികളുമായുള്ള കോൺഗ്രസ് ബാന്ധവത്തെ LDF നിശ്ചിതമായി വിമർശിച്ചപ്പോൾ താനെടുത്ത നിലപാടിലൂന്നി സതീശൻ കൃത്യമായി അതിന് മറുപടിയും കൊടുത്തു. LDFിന്റെ ഇരട്ടത്താപ്പുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു സതീശന്റെ മറുപടി. നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ അടുത്ത പ്രധാന ദൗത്യമെന്ന് ഇപ്പോൾ സതീശൻ അടിവരയിട്ട് പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്നും മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ദൂരം കുറഞ്ഞിരിക്കുന്നു. എന്നാൽ വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി അവകാശപ്പെടാതെ ഇത് UDF ടീമിന്റെ വിജയമാണ് എന്ന് സതീശൻ ഇപ്പോൾ കേരളത്തോട് പറയുന്നു. സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച കുറ്റപത്രം ജനങ്ങൾ സ്വീകരിച്ചുവെന്നാണ് സതീശൻ വിശദീകരിക്കുന്നത്. വിജയത്തിനു പിന്നിൽ ടീം UDF എന്നായിരുന്നു സതീശന്റെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിച്ചതും UDFിന്റെ കൂട്ടായ പ്രവർത്തനം ഏകോപിപ്പിച്ചതുമൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ. എന്നാൽ അമിതമായ വിജയാഹ്ലാദം ഇപ്പോൾ VD സതീശന്റെ മുഖത്തില്ല. തികഞ്ഞ ഗൗരവം, അതിലപ്പുറം ആഹ്ലാദം. എന്നാൽ സതീശന്റെ കണക്കുകൂട്ടൽ വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം. UDFിലെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുവെന്ന് സതീശൻ വിശദീകരിച്ചു. ജനം വെറുക്കുന്ന സർക്കാരായി പിണറായി സർക്കാർ മാറി. അവർ കാണിച്ച വർഗീയത തോൽവിയുടെ കാരണമാണ് ഇന്ന് സതീശൻ അടിവരയിട്ട് പറയുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ന്യൂനപക്ഷ വർഗീയ കാർഡ് അവർ ഇറക്കിക്കളിച്ചു. പിന്നീട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം കഴിഞ്ഞതിൽ പിന്നെ ഭൂരിപക്ഷ വർഗീയ കാർഡ് അവർ ഇറക്കി. എന്നാൽ എല്ലാം തകർന്നടിഞ്ഞുവെന്ന് സതീശൻ പറയുന്നു. ശക്തമായ പ്രതികരണങ്ങൾ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശന് ലഭിച്ച ഉജ്ജ്വല വിജയം തന്നെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. ചുരുക്കത്തിൽ സതീശനിസം തന്നെയാണ് ഇവിടെ അംഗീകരിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.